മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും വാർത്തകൾ കൈകാര്യം ചെയ്യാത്ത ഒരു ദിവസം പോലും ഇപ്പോൾ ഉണ്ടാകാറില്ല. അത്രയധികം സർവ്വസാധാരണമായിരിക്കുന്നു കഞ്ചാവിൻ്റെയും ലഹരിയുടെയും ഉപയോഗം. ലഹരി ഉപയോഗിക്കുന്നവരുടെയും ക്യാരിയർമാരുടെയും പ്രായം കുറഞ്ഞു വരുന്നതായി തെളിയിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. അതും തലസ്ഥാന നഗരത്ത് നിന്ന് 10 കിലോ കഞ്ചാവുമായി ബാലരാമപൂർ സ്വദേശിയായ 10ാം ക്ലാസ്സുകാരനെയും സുഹൃത്തിനെയും ഡാൻസ സംഘം ഫോർട്ട് പോലീസും ചേർന്ന് പിടികൂടി. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, നമുക്കറിയാം ഈ തലസ്ഥാന നഗരത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമകളാകുന്ന അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ലഹരിയുടെ ക്യാരിയർമാരാകുന്ന സംഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥി അവൻ്റെ സുഹൃത്തും ചേർന്നാണ് ഇടപാട് നടത്തിയത്. ചെറിയ രീതിയിലുള്ള ഒരു അളവിലുള്ള ലഹരി അല്ല അവരിന്ന് പിടിച്ചെടുത്തത്, 10 കിലോ കഞ്ചാവാണ്. എങ്ങനെയാണ് പോലീസിന് ഇവരെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചത്? ഇവർക്ക് ഈ ലഹരി മാഫിയയുമായി വ്യക്തമായി ബന്ധമുള്ളവരാണോ? എത്ര നാളായി ഈ ലഹരി ഇടപാടുകൾ ഈ കൗമാരക്കാർ നടത്തുന്നുണ്ട്? സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യാപകമായ പരിശോധന നഗരത്തിലെയും അതോടൊപ്പം ജില്ലയിലെ മറ്റ് പ്രധാനപ്പെട്ട മേഖലകളിലെയും സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എക്സൈസും പോലീസിന്റെ ഡാൻസ് സംഘവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ രഹസ്യമായി ലഭിച്ച വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ബാലരാമപുരം സ്വദേശിയെയും സുഹൃത്തിനെയും 10 കിലോ കഞ്ചാവുമായി കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എവിടെ നിന്നാണ് ഈ കഞ്ചാവ് എത്തിച്ചത്, ഇത് ആർക്ക് കൊടുക്കാനായി എത്തിച്ചതാണ്, ഈ വിദ്യാർത്ഥിയെ ക്യാരിയറായി ഉപയോഗിക്കുകയായിരുന്നോ, അങ്ങനെയെങ്കിൽ ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം വേണ്ടിവരുമെന്നാണ് നമുക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന സൂചന. നഗരത്തിലെ മറ്റ് ചില സ്കൂളുകൾ കേന്ദ്രീകരിച്ചും ലഹരി സംഘങ്ങൾ വലവിരിച്ചിട്ടുണ്ട് എന്ന കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം നഗരഹൃദയത്തിലെ സ്കൂളുകളിലേക്ക് അടക്കം പരിശോധന വ്യാപിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഓപ്പറേഷൻ തുഫാൻ എന്ന ലഹരി മാഫിയക്കെതിരായ പ്രത്യേക പദ്ധതിക്ക് വൈകുന്നേരം മുഖ്യമന്ത്രി തന്നെ തുടക്കം കുറിക്കുകയാണ്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. ആഭ്യന്തര വകുപ്പ് നേതൃത്വം നൽകുന്ന പദ്ധതിയിൽ ആരോഗ്യ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ സംയുക്തമായാണ് നഗരത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി മാഫിയയുടെ വേരറക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വ്യാപകമായ ഒരു പദ്ധതിക്ക് തുടക്കമിടുന്നത്. എന്തായാലും കഴിഞ്ഞ 2-3 ദിവസമായി സമാനമായ തരത്തിൽ വിവിധ ഇടങ്ങളിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനകൾക്കിടയിൽ ഇന്നലെ ഈഞ്ചക്കലിൽ നിന്നും 10 കിലോ കഞ്ചാവ് വഞ്ചൂർ പോലീസ് പിടിച്ചെടുത്തിരുന്നു. അങ്ങനെ വ്യാപകമായ പരിശോധനയാണ് തിരുവനന്തപുരം നഗരത്തിലും അതോടൊപ്പം റൂറൽ ജില്ലാ പരിധിയിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഉറവിടം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വിശദമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഒരു കരിയറായി ഉപയോഗിക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. യെസ്, അങ്ങനെയെങ്കിൽ ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമല്ലേ? പ്രത്യേകിച്ചും സ്കൂളുകൾ കേന്ദ്രീകരിച്ചൊരു ബോധവൽക്കരണം മാത്രമല്ല, ഇവിടെ കർശനമായ ഇടപെടലുകൾ ആവശ്യമാണ്. പ്രത്യേകിച്ചും ഈ സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് ഈ ലഹരി മാഫിയയുടെ പ്രവർത്തനം. ഈ ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള ഇടപെടലുകളാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും, അതായത് ഇത് പോലീസോ അല്ലെങ്കിൽ എക്സൈസോ മാത്രം വിചാരിച്ചാൽ അറക്കാൻ കഴിയുന്ന വേരുകളല്ല ലഹരി മാഫിയുടേത്. അതിനപ്പുറത്തേക്ക് അതിന് കൃത്യമായി വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ ഈ കരിയർമാരെ സൃഷ്ടിച്ചുകൊണ്ടുള്ള തന്ത്രപരമായ തരത്തിലുള്ള വിപണനമാണ് ഈ ലഹരി മാഫിയകൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്കൂളിലെ PTA കാര്യക്ഷമമായ ഇടപെടൽ കൂടി, അധ്യാപകരുടെയും PTA അധികൃതരുടെയും ഒക്കെ കാര്യക്ഷമമായ ഇടപെടൽ കൂടി പോലീസും എക്സൈസും പ്രതീക്ഷിക്കുന്നത്. അതായത് വിദ്യാർത്ഥികളിലെ പെട്ടെന്നുണ്ടാകുന്ന സ്വഭാവ വ്യത്യാസങ്ങൾ, വ്യതിയാനങ്ങൾ, അതോടൊപ്പം തന്നെ ഈ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ, കണ്ണ് ചുവന്നു വരുന്ന സാഹചര്യം, ഉറക്കമില്ലാത്ത സാഹചര്യം, ക്ലാസ്സിൽ തുടർച്ചയായി ക്ഷീണിതരായി കാണപ്പെടുന്ന സാഹചര്യം, ഇതൊക്കെ പ്രത്യേകമായി ജാഗ്രതയോടെ നോക്കിക്കാണേണ്ടത് ഒന്നാണ് എന്നാണ് പോലീസ് നൽകുന്ന സൂചന. അതായത് ഇപ്പോൾ ഈ കഞ്ചാവിനും മയക്കുമരുന്നിന്റെ സാധാരണയായി ലഭ്യമാകുന്ന മയക്കുമരുന്നിനും ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമെന്നാണ്, ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ സുഹൃത്തിൻ്റെയും കൈവശമാണ് 10 കിലോയോളം കഞ്ചാവ് ഉണ്ടായിരുന്നത്. പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവർ ഈ ലഹരി ഇടപാടുകാരുമായി, ലഹരി മാഫിയുമായി ഇവർക്കുള്ള ബന്ധം
ആരാണിത് ഇവർക്ക് നൽകിയത്, സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണോ ഇടപാടുകൾ നടത്തിയിരുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.